നമസ്കാരം, AT ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാർക്കറ്റ് ഇപ്പോൾ ഡിസംബറായി, ഈ ഒരു വർഷം അവസാനിക്കാറായി. ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് 2026 വിട പറയുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. 2026ലേക്കുള്ള ഒരു ഔട്ട്ലുക്കും അതോടൊപ്പം എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഇനി പെർഫോം ചെയ്യുക എന്നതിൻ്റെയൊക്കെ ഒരു വ്യൂ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം സർ. നമ്മൾ കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്. അതെ അതെ, പ്ലീസ്. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഡിസംബർ 1 തീയതിയാണ് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോയത്. 26,300 എന്ന ലെവലും ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ GDP ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം RBIയുടെ മീറ്റിംഗ് വന്നപ്പോൾ അവർ 25 ബേസിസ് പോയിന്റ് കുറച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആണ് RBIയിൽ അല്ലെങ്കിൽ സഞ്ജയ് മൽഹോത്ര നമുക്ക് പങ്കുവച്ചിരിക്കുന്നത്. പൊതുവെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എക്കോണമി എന്നുള്ള രീതിയിലാണ് പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്തും കുറേയൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. സോ സാർ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ടേമിലേക്ക് മാർക്കറ്റിനെ വിലയിരുത്തുന്നത്? നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ 3-4 കാര്യങ്ങൾ നമ്മൾ 3-4 ഹെഡിങ്സിൽ പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ GDP ബെസ്റ്റ് GDP ആണ് നമുക്ക് വന്നത്. നമ്മുടെ അനലിസ്റ്റുകൾ പറഞ്ഞതിനേക്കാളും ബെസ്റ്റ് GDP ആണ് വന്നത്. രണ്ടാമത്തെ കാര്യം എക്സലൻറ്റ് Q2 എന്ന് വെച്ചാൽ Q2 പൊതുവേ നമ്മൾ കാറുകളുടെയൊക്കെ സെയിൽ എടുത്താൽ എല്ലാം റിക്കാർഡ് സെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് GST റിഫോർമേഷൻ ഹ്യൂജ് ആയിട്ട് ബാക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ പ്ലസ് പോയിൻറ്റ്സ് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ US-ഉമായിട്ട് ട്രേഡ് പാക്റ്റ് ഒന്നും സോഫാർ ഇതുവരെ വന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. എന്നിരുന്നാലും ഇതൊന്നും ഇല്ല എന്ന് നമുക്ക് നല്ല GDP ഡേറ്റ ഉണ്ടാക്കാൻ സാധിച്ചു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ട്രേഡ് പാക്റ്റ് തന്നെ അടുത്ത് തന്നെ സൈൻ ചെയ്യുന്നു പറയാൻ തുടങ്ങി 2 മാസമായി. എവിടെയോ ഇത് സ്റ്റക്കപ്പ് ആയിരിക്കുകയാണ്. എവിടെയാണെന്ന് പറയാൻ നമുക്കറിയില്ല. ഈവൻ വൈറ്റ് ഹൗസ് തന്നെ ഡിക്ലെയർ ചെയ്തു അടുത്ത് തന്നെ സൈൻ ചെയ്യാൻ പോകുന്നത് ഡിക്ലെയർ ചെയ്തു. നമുക്ക് മിനിസ്റ്റർ തന്നെ പറഞ്ഞു അടുത്ത് തന്നെ സൈൻ ചെയ്യാൻ പോകുന്നു, നല്ല ന്യൂസ് വരുന്നതൊക്കെ പറഞ്ഞാൽ പോലും ഇൻ റിയാലിറ്റി സോഫാർ നടന്നിട്ടില്ല. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നമ്മൾ നോക്കാൻ നേരത്തെ ക്രിട്ടിക്കലായിട്ടുള്ള, അതായത് ഡോളറിന് എഗൻസ്റ്റ് ആയിട്ടുള്ള റുപ്പിയുടെ ഡിപ്രീസിയേഷൻ 90 രൂപ കഴിഞ്ഞെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹിസ്റ്റോറിക് ലെവലാണ് 90 രൂപ എന്ന് പറയുന്നത്. മിനിങ്ങാന്ന് വൈകുന്നേരം 90.35 90.4 വന്നിട്ട് RBI ഇടപെട്ടിട്ട് 90ക്ക് താഴെ കൊണ്ടുവന്നു. ഇന്നലെ വീണ്ടും 90ലേക്ക് വീണ്ടും തിരിച്ചുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, RBIയുടെ പുതിയൊരു പോളിസി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാര്യം വെച്ചാൽ IMF ഈ ഒരു കറൻസി നമ്മുടെ റെജിമിനെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ക്രോളിൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറ്റി. ഒരു സ്റ്റെബിലിറ്റി നിന്ന് മാറ്റി ക്രോളിൻ എന്ന കാറ്റഗറിയിലേക്ക് മാറ്റി. അപ്പോൾ RBI ഒരു തീരുമാനം, എനിക്ക് തോന്നുന്നു RBIയുടെ ഒരു പോളിസി ചേഞ്ച് ആയിരിക്കാം. RBI വിചാരിച്ചു ഓരോ മൊമെൻറ്റിനും RBI ഇടപെടേണ്ട കാര്യമില്ല. ഒരു ഷാർപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാൻ നേരത്ത് മാത്രമേ ഇടപെട്ടാൽ മതി എന്നുള്ള ഒരു തീരുമാനം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കറൻസിക്ക് ഒരു മൂവ്മെൻറ്റിന് ഒരു സ്പേസ് കൊടുത്തത്. ശരിക്കും RBI ചെയ്യാൻ സാധിക്കും. കാര്യം ഹ്യൂജ് റിസർവ് കയ്യിലുണ്ട്. അപ്പം എപ്പോഴൊക്കെ ഇഷ്യൂ വന്നാലും RBIക്ക് അതിൻ്റെ അകത്ത് ഇടപെടാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ 90 റുപ്പീസൊക്കെ റുപ്പി പോകാൻ നേരത്ത് ഇതിനെ സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട് ശരിക്കും. അപ്പോൾ പ്ലസ് ആയിട്ട് പറയാനെങ്കിൽ IT ഇൻഡസ്ട്രി അല്ലെങ്കിൽ സർവീസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിക്കെല്ലാം ഇത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അല്ലെങ്കിൽ എക്സ്പോർട്ട്സിനെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയേണ്ടത്, അവർക്ക് നമ്മുടെ വിദേശ മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രൈസ് വേണം അവർക്ക് അല്പം കുറച്ചിട്ട് അവർക്ക് കുറച്ചുകൂടെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇങ്ങനെ കുറേ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈക്വലി ബിഗ് ആയിട്ടുള്ള മൈനസ് പോയിൻറ്റ്സ് ഉണ്ട്. മൈനസ് പോയിൻറ്റ്സ് എന്തെല്ലാം സംഭവിക്കുന്നത്, ബേസിക്കലി എന്താ പറയണ്ടേ, ഇപ്പം നമ്മൾക്ക് വിദേശത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഫീസ് അടയ്ക്കണമെങ്കിൽ ഹ്യൂജായിട്ടുള്ള ഡോളർ കയറി വന്നാൽ അവർക്ക് എന്താ പറയണ്ടത്, അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ നിന്നുള്ള ഇത് വളരെ കൂടുതലായിട്ട് വ്യത്യാസം വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ബേസിക്കലി ഒരു ഇമ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. നമ്മൾ എക്സ്പോർട്ട് ബേസ്ഡ് അല്ല ശരിക്കും. നമുക്ക് എക്സ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കൺട്രി അല്ല. നമ്മൾ ഈ അടുത്ത കാലത്താണ് എക്സ്പോർട്ടിലേക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് വന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒരു മസിൽ ഫ്ലെക്സ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് അല്ല. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് റെയർ എർത്ത് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന മെയിൻ പ്രൊഡക്റ്റാണ്. അവർക്ക് മസിൽ ഫ്ലെക്സ് ചെയ്യാൻ പറ്റും അക്രോസ് വേൾഡ്. കാര്യം അവരാണ് ഡോമിനൻറ്റ് ഫാക്ടർ. അത് വേറെ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എവിടുന്ന് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു മസിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ടിൽ ഒരു സേ നമുക്ക് കുറവാണ്. രണ്ടാമത്തെ കാര്യം.
ഒന്നാമത്തെ കാര്യം നമ്മൾ ലാർജസ്റ്റ് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ടോപ്പ് 2-3 കൺട്രീസിൽ ഒന്നാണ്. മൂന്നാമത്തെ കാര്യം, അപ്പോൾ ഒരു ചെറിയ ഒരു ഡോളർ റുപ്പിയിലുള്ള വ്യത്യാസം പോലും നമ്മുടെ ക്രൂഡിൻ്റെ ഫൈനൽ ലാൻഡിങ്ങിനെ സീരിയസ് ആയിട്ട് ബാധിക്കും ലോങ് ടൈം നോക്കാൻ നേരത്തെ. രണ്ടാമത്തെ കാര്യം, ബാൾട്ടിക് ഇൻഡെക്സ് എന്നൊരു ഇൻഡെക്സ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ബാൾട്ടിക് ഇൻഡെക്സ് ആണ് അക്രോസ് വേൾഡ് സ്വീറ്റ് ട്രാൻസ്ഷിപ്പിൻ്റെ അതിൻ്റെ കോസ്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ അസസ് ചെയ്യുന്ന നടക്കുന്നൊരു ഇൻഡെക്സ് ആണ് ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് എന്ന് പറയും. കഴിഞ്ഞ 4 ആഴ്ച മുമ്പ് ഒപെക് കൺട്രീസ്, ശരിക്കും US റഷ്യയുടെ 2 കമ്പനികൾക്ക് മേളിൽ സാങ്ഷൻ കൊണ്ടുപോയ ശേഷം ഒപെക് കൺട്രീസ് അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുക എന്ന് വെച്ചാൽ അക്രോസ് വേൾഡ് സപ്ലൈ കൂട്ടി എന്ന് വേണം പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ക്രൂഡ് ഇപ്പോഴും ഒരു റേറ്റിക്ക് നിൽക്കുന്ന വലുത് കയറാൻ നിൽക്കുന്നത്. പക്ഷേ എന്താ സംഭവിച്ചത്, ഒപെക് കൺട്രീസ് ഇത്രയും പ്രൊഡക്ഷൻ കൂട്ടിയപ്പം വെസൽസിൻ്റെ ഷോർട്ടേജ്, ട്രാൻസ്പോർട്ടേഷൻ വെസൽസ് വേണം ട്രാൻസ്പോർട്ട്, ഹ്യൂജ് ഷോർട്ടേജ് മാർക്കറ്റിൽ വന്നപ്പം ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പെർ ഡേ അപ് ടു $70,000 ആണ് ഓരോ വെസൽസിൻ്റെയും കോസ്റ്റിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ കണക്കൊരു കൺട്രി 100 കണക്കിന് വെസൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പം ആ 100 കണക്കിന് വെസൽസ് വരുന്ന ഓവറോൾ കോസ്റ്റ് ഏത് കൺട്രിയാണ് ബെയർ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ക്രൂഡിൻ്റെ പ്രൈസ് വ്യത്യാസം വരില്ലായിരിക്കും, പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ഹ്യൂജായിട്ട് കുതിച്ച് കയറുമ്പോൾ ഹൂ ഈസ് ഗോയിങ് ബെയർ ദി കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഇഷ്യൂ ആണ് ശരിക്കും. ഇതെല്ലാം ഡോളറിലാണ് കംപ്ലീറ്റ് വിനിമയം നടക്കുന്നത് ശരിക്കും. ഇനി ചില ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഫാർമ ഇൻഡസ്ട്രി എടുത്തോളൂ. ഇപ്പോൾ US കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫാർമ ഇൻഡസ്ട്രികൾ ചിലപ്പോൾ മെച്ചമായിരിക്കാം, കാരണം റുപ്പി കുറച്ചുകൂടെ വീക്കനായുണ്ട്. പക്ഷേ അവിടെയുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പല ഫാർമ കമ്പനികളും അവരുടെ റോ മെറ്റീരിയൽ അവർ ഇമ്പോർട്ടഡ് ആണ് ശരിക്കും. അപ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടും ഇമ്പോർട്ടഡ് ആകുമ്പോൾ. അപ്പോൾ റോ മെറ്റീരിയൽ കൂടുമ്പം അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റിൽ അത്രയും നെഗേറ്റ് ചെയ്യും ശരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല എന്താ പറയുക പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് ആണ് അറ്റ് പ്രസൻറ്റിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ മാർക്കറ്റിൽ. ദിസ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. ഇതൊരു ഈ പറയുന്ന കണക്ക് എന്താ പറയുക, ഈ 90 എന്ന് പറയുന്ന ന്യൂ നോർമൽ ആകുന്നവരെ ഈ കൺഫ്യൂഷൻ മാർക്കറ്റിലുണ്ടാകും. കാര്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡോളറിലെ സെല്ലിംഗ് ആണ് നടക്കുന്നത് ഫ്രം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ശരിക്കും. അപ്പോൾ അതിനെ RBI ഒരു പരിധിവരെ പിടിച്ചെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും IMFൻ്റെ ഈ ഒരു റീക്ലാസിഫിക്കേഷൻ കൊണ്ട് RBI കുറച്ചൊക്കെ RBIയുടെ പോളിസി തന്നെ വ്യത്യാസം വരുത്തിയുകൊണ്ട് കുറച്ചൊക്കെ റുപ്പി വീക്കായിട്ട് നിൽക്കുകയാണ് ഷോർട്ട് ടൈമിനെ സംബന്ധിച്ച്. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റ് വോളിയം വളരെ കുറവാണ്. വോളിയം കുറയാൻ കാര്യം എന്താണ്? വോളിയം എപ്പോഴും പറഞ്ഞെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് വേണം. ആ ഫണ്ട് കമ്പാരിറ്റീവ്ലി കുറവാണ് മാർക്കറ്റിൽ. ആ ഫണ്ട് കുറയാൻ നേരത്ത് വോളിയം കുറയുമ്പോൾ ഇത് സംഭവിക്കും, ഡിമാൻഡ് കുറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള വോളറ്റാലിറ്റി മാർക്കറ്റിൽ കാണാൻ സാധിക്കും. എൻ്റെ പേഴ്സണലായിട്ടുള്ള യൂട്യൂബായിട്ടുള്ള ഇക്വിറ്റി എഫക്ട്സിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ കാണിച്ചിരുന്നു. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 ബിഹേവിയറാണ് നടക്കുന്നത്. ഫസ്റ്റ് ബിഹേവിയർ എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഒന്ന് കയറിയ ശേഷം ഒരു ടൈറ്റ്നെസ് ഡെവലപ്പ് ചെയ്തിട്ട് നേരെ താഴ്പ്പും. നോർമൽ കേസ് ടൈറ്റ്നെസ് ഡെവലപ്പ് ചെയ്തിട്ട് വീണ്ടും കയറിപ്പോകുന്ന പ്രവണതയാണ് നോർമൽ കേസ് മാർക്കറ്റ് നടക്കേണ്ടത്. അതിന് ഒരു നേരെ താഴ്പ്പും. ഇതാണ് ഒന്നാമത്തെ പ്രവണത. രണ്ടാമത്തെ പ്രവണത എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഇങ്ങനെ ഒരു നല്ലോണം ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഒരു സുപ്രഭാതത്തിൽ ഹ്യൂജായിട്ട് താഴെ പോയിട്ട് മൂവിങ് ആവറേജ് 10-നും 20-ക്കും താഴേക്ക് പോയതിനു ശേഷം ഒരൊറ്റ കയറ്റം പറയുന്ന കണക്ക് 2 കേസിലും സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള മാർക്കറ്റാണ് ഈ മാർക്കറ്റ് ശരിക്കും. കാര്യം വോളിയം ഇല്ല എന്നുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിൽ. ഇതാണ് മാർക്കറ്റിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഒരു കണ്ടീഷൻ ശരിക്കും. ഈ കണ്ടീഷൻ എത്ര ആൾ തുടരും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഡോളർ ഒരു ന്യൂ നോർമൽ ആവുന്നവരെ തുടരുമായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യ ഒരു US പാക്ട് ഒരു എഗ്രിമെൻ്റ് ഒക്കെ വരുന്നത് സൈക്കോളജിക്കലി ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ്. ഒരുപക്ഷെ അത് വന്നാൽ കുറച്ചൊക്കെ വ്യത്യാസം വന്നേക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്ലസ് പോയിന്റ് ഇന്നലെ RBI റേറ്റ്സ് കുറച്ചത് ആസ് എ വെരി ബിഗ് പ്ലസ് പോയിന്റ് ആണ്. നമ്മുടെ ഓവറോളായിട്ടുള്ള ഒരു കോസ്റ്റ് ഓഫ് എന്താ പറയണ്ടേ ഒരു ഫാമിലിയെ സംബന്ധിച്ച് അവരെടുക്കുന്ന ലോൺസിൻ്റെ കോസ്റ്റ് കുറയാന്ന് വെച്ചാൽ അത് അത്രയും കോസ്റ്റ് പറഞ്ഞാൽ ഫാമിലിക്ക് അത്രയും സേവിങ്സിലേക്ക് മാറാൻ സാധിക്കും, അത്രയും കൺസപ്ഷനിലേക്ക് മാറാൻ സാധിക്കും. ഇതൊക്കെ വലിയ പ്ലസ് പോയിൻ്റാണ്. വലിയൊരു പ്ലസ് പോയിന്റ് നമ്മൾ പറയാത്ത പ്ലസ് പോയിന്റ് ഇൻഫ്ലേഷൻ സോഫാർ കൺട്രോൾഡ് ആണ് ശരിക്കും. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള വലിയൊരു കാര്യം. പക്ഷേ ഇൻഫ്ലേഷൻ കൺട്രോളിലാണെങ്കിൽ പോലും ഡോളർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അല്ലെ റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഒരുപക്ഷെ കൂടിയാൽ നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമില്ല അടുത്ത ഡേറ്റയ്ക്കകത്ത് ശരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിൽ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുമ്പം നാച്ചുറലി നമ്മൾ പറയുന്നു GDP ഹൈസ് റേറ്റ് ഫൈൻ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ആ രീതിയിലുള്ള കോർപ്പറേറ്റ് എയ്ഡിങ്സ് വന്നിട്ടില്ല. അപ്പം ദാറ്റ് മീൻസ് GDP ഡേറ്റയും കോർപ്പറേറ്റ് ഏണിയും തമ്മിൽ ഡൈവേർജൻസ് ആണ് മാർക്കറ്റ് കാണാൻ സാധിക്കുന്നത്. അത് കോർപ്പറേറ്റ് ഏൺസ് കൂടെ കയറി വന്നാൽ മാത്രമേ GDP ഫിഗറിന് ഒപ്പം സാധൂകരിക്കുന്ന കോർപ്പറേറ്റ് ഏൺസ് കൂടെ മാർക്കറ്റ് വരണം. ഇപ്പോൾ മാർക്കറ്റ് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വാല്യൂ കറക്ഷൻ നടക്കുകയാണ്.
നമുക്കറിയാമല്ലേ എത്ര ഒരു സ്റ്റോക്ക് പരിവരെ കയറി കഴിഞ്ഞാൽ വാല്യൂ അതിൻ്റെ വാല്യൂ വല്ലാതെ കയറും ശരിക്കും. വാല്യൂ വല്ലാതെ കയറുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഒരു പരിധി കൂടുതൽ കയറി കഴിയുമ്പം ആൾക്കാർ ഡംപ് ചെയ്യും സ്റ്റോക്ക് എല്ലാം കൂടെ താഴത്തേക്ക് വരും. പിന്നെ പറയാൻ വാല്യൂ കറക്ഷൻ ബേസിക്കലി അറ്റ് പ്രസൻറ്റ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നമുക്ക് ധാരാളം വാല്യൂ കറക്ഷൻ നടക്കുന്ന മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ശരിക്കും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതേസമയം നിഫ്റ്റിയിലെ വാല്യൂ കറക്ഷൻ വലുതായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയിലെ പല സ്റ്റോക്കുകളും ഓവർ വാല്യൂഡ് ആണ്. പക്ഷെ ഓവറോൾ നിഫ്റ്റി എടുത്താൽ നമ്മൾ 22, 23 നിൽക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയിലെ മെയിൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽസിലെ ബാങ്ക്സിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറവാണ് ശരിക്കും. അപ്പോൾ ഇത് കുറവാകുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഓവറോൾ ഇമ്പാക്റ്റ് നോക്കാൻ നേരത്തെ അവർക്ക് അത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫെസിലിറ്റി നമുക്ക് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് ശരിക്കും. അതാണ് ഓവറോൾ മാർക്കറ്റ് ഈ ലെവലിൽ നിൽക്കാൻ കാര്യം. അടുത്തൊരു പോയിന്റ് കൊണ്ടുണ്ട്, മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡേറ്റകളിലൊന്ന് മാർക്കറ്റ് ക്യാപ് ടു GDP റേഷ്യോയാണ്. അപ്പോൾ ഹയസ്റ്റ് GDP റേഷ്യോ വന്നിട്ട് പോലും മാർക്കറ്റ് ക്യാപ് GDP റേഷ്യോ എന്ന് പറയുന്നത് 142 ആണ് %. ദാറ്റ് മീൻസ് മോർ ദാൻ 140. എനിത്തിങ് അബൌട്ട് 90 ഈസ് എക്സ്പെൻസീവ്, എനിത്തിങ് അബൌട്ട് 120 ഈസ് ഓവർ എക്സ്പെൻസീവ്. അപ്പോൾ ഓവർ വാല്യൂഡ് മാർക്കറ്റ് എന്നുള്ള ഒരു ധാരണ പൊതുവെ എന്താ പറയണ്ടേ ഈ ഡേറ്റ വെച്ചൊക്കെ മാർക്കറ്റിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു ഫാക്ടറാണ്. സോ ഇതിനെയൊക്കെ കവർ ചെയ്യണമെങ്കിൽ ഒരു ബെറ്റർ കോർപ്പറേറ്റ് ഏണിങ്സ് നമുക്ക് കിട്ടണം. Q2 എന്ന് പറയുന്നത് ഈ Q2 നമ്മളിപ്പോൾ നിൽക്കുന്ന Q2ലാണ്. Q2 തീരാറായത്, ഇനി നമ്മളെ സംബന്ധിച്ചൊരു ഹാളി 20-25 ഡേയ്സേ ഉള്ളൂ. Q2ൽ ഓവറോൾ പെർഫോമൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഗുഡ് എന്ന് വേണം പറയാൻ സാധിക്കും. പക്ഷേ കമ്പനി റിസൾട്ട് വന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ദീപാവലി ടൈമിലുള്ള കാറുകളുടെ കച്ചവടം, ഞാൻ എന്തുകൊണ്ട് ഞാൻ ഒരു പോയിന്റായിട്ട് എടുത്തു പറയാൻ കാര്യം വലിയൊരു ഇൻഡസ്ട്രിയാണ് ഓട്ടോ ആൻസറിൽ എന്ന് വെച്ചാൽ നൂറുകണക്കിന് കമ്പനീസ് ഉണ്ട് ശരിക്കും. ഭയങ്കര മാസീവ് ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ ധാരാളം കമ്പനികൾക്ക് ധാരാളം കമ്പനികൾക്ക് ഇൻട്രസ്റ്റിൽ വ്യത്യാസം വന്നുകൊണ്ട് അതെല്ലാം Q2ൽ ഒരു എഫക്റ്റ് വന്ന് കാണാൻ സാധ്യതയുണ്ട് ശരിക്കും. ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഡേറ്റ കൈ കിട്ടാതെ നമുക്ക് ഒരിക്കലും കൺഫർമേഷൻ ഒരിക്കലും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ നേരത്ത് അടുത്ത റിസൾട്ട് കുറച്ചുകൂടെ ബെറ്റർ ആകാനുള്ള സാധ്യതകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ആകുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കൈ കിട്ടിയാലേ പറയാൻ സാധിക്കും. അങ്ങനെ റിസൾട്ടൊക്കെ ബെറ്റർ ആയിട്ട് വന്നാൽ കോർപ്പറേറ്റ് ഏണിങ്സിൽ അതൊരു വലിയൊരു ബൂസ്റ്റ് കൊടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല അറ്റ് പ്രസന്റ്. അപ്പോൾ സാർ ഞാൻ ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ കഴിഞ്ഞത് Q2, ഇനി ഈ ഒരു ഡിസംബർ ക്വാർട്ടർ എന്ന് പറയുന്നത് Q3 ആണ്. അപ്പോൾ ജാനുവരി പകുതി തൊട്ട് ഈ ഒരു Q3യുടെ നമ്പേഴ്സും വന്നു തുടങ്ങും. അപ്പോൾ സാർ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ കൂടുതലും പ്രൈസ്ഡ് ഇൻ ആവാൻ Q3യിൽ ഇപ്പോൾ IT ആണെങ്കിൽ ഈ പറയുന്ന ഡോളറിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചും ഈ ഒരു മാർജിനിൽ ഈ പറയുന്ന ഡോളറിൻ്റെ വാരിയേഷനും കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ Q3യിൽ സാറിൻ്റെ ഒരു ഓവറോൾ എക്സ്പെക്ടേഷൻസ് എന്താണ്? ഡൊമസ്റ്റിക് ഓറിയന്റഡ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും കൂടുതലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത? Q3യിൽ നമ്മൾ നോക്കാൻ നേരത്തെ Q2ൽ എന്ത് സംഭവിച്ചു അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കൺസെപ്ഷൻ Q3 നടന്നിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് Q3 ബേസിക്കലി ഫെസ്റ്റിവൽ സീസണാണ് നമ്മളെ സംബന്ധിച്ച്. സോ ഈ ദീപാവലി ടൈമിൽ ഫെസ്റ്റിവൽ സീസണിലൊക്കെ കൺസെപ്ഷൻ കൂടുതൽ നടന്ന് കാണാൻ സാധ്യതയുണ്ട്. കാര്യം നമുക്ക് ഈ കാറുകളുടെയൊക്കെ സെയിൽസ് വരാൻ നേരത്തെ അതൊക്കെ സെയിൽസ് വന്നിപ്പോൾ സോ ഫാർ ഇറ്റ് ലുക്സ് വെരി ഗുഡ്, വെരി ബ്രൈറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു മെയിൻ ഇൻഡസ്ട്രി ഒരു പെർഫോം ചെയ്താൽ അതിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന താഴെ സബ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് പോയിന്റ് വന്നാൽ എല്ലാത്തിലും ആ പ്ലസ് പോയിന്റ് വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. സോ ആ ഒരു രീതി നോക്കാൻ നേരത്ത് Q3യിൽ ഓവറോൾ ലെവൽ വാസ് ക്വൈറ്റ് ഗുഡ് എന്നും നമുക്ക് നമ്മുടെ വിചാരം, നമ്മുടെ വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ റിസൾട്ട് വരെ മാത്രമേ കറക്റ്റ് കൺഫർമേഷൻ കിട്ടാൻ സാധിക്കത്തുള്ളൂ. അത് Q3 റിസൾട്ട് വരുമ്പോഴേ കൺഫർമേഷൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഡോളർ എഗൻസ്റ്റ് റുപ്പി ഡോളർ പാരിറ്റി നോക്കാത്ത റുപ്പി ഡിപ്രീഷിയേറ്റ് എന്ന് വെച്ചാൽ ഇപ്പം IT ഇൻഡസ്ട്രി അക്രോസ് വേൾഡ് ഇപ്പോഴും ട്രെൻഡിലല്ല ശരിക്കും. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം ഒരു കാര്യത്തിൽ വന്നുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ പുഷ് ചെയ്താനായിട്ടുള്ള ട്രെൻഡ് സോഫാർ വന്നിട്ടില്ല അതിൻ്റെ അകത്ത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഫാമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കുറേ നാൾ താഴെ കിടന്നതിന് ശേഷം എന്താ പറയണ്ടേ, ഒരു പക്ഷേ ഫാമ ഇൻഡസ്ട്രി ട്രെൻഡ് വന്നേക്കാം ബിക്കോസ് ഓഫ് ഡോളർ ആയിട്ടുള്ള റുപ്പിയുടെ ഡിപ്രീസിയേഷൻ. അവിടെയും ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെഡ്വിൻസ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു കാര്യം വെച്ചാൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ആണെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു ബെനിഫിറ്റിൽ കുറേ വ്യത്യാസങ്ങൾ താഴെ വരും. രണ്ടാമത്തെ കാര്യം, ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ മാർക്കറ്റിനെ അടുത്ത ഒരു Q3 റിസൾട്ടിൽ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. പിന്നെ നോർമൽ കേസിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ റിസൾട്ട് സീസൺ തുടങ്ങുന്ന സമയത്ത് സീസണിൻ്റെ ഒരു 10 days 15 days ബാക്ക് നമുക്ക് ബിസിനസ് റിപ്പോർട്ട്സ് കമ്പനികൾ കൊടുക്കാറുണ്ട്. ഈ റിപ്പോർട്ട്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും നോർമൽ കേസിൽ.
അപ്പോൾ ഇനിയിപ്പോൾ 2026 ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ സാർ 2026 ഒരു മാർക്കറ്റ് ഔട്ട്ലുക്ക് പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓൾ ടൈം ഹൈ എന്നുള്ള ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഒരു 27 ആ ഒരു റേഞ്ചിൽ 2026 ഒരു 1 ഇയർ ടാർഗറ്റാണ് ചോദിക്കുന്നത്, ഒരു 27ലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ മാർക്കറ്റിനുണ്ടോ? സി ഓൾ ഡിപ്പെൻഡ്സ് ഓൺ കോർപ്പറേറ്റ് ഏർണിങ്സ്. ഒന്നാമത്തെ കാര്യം ഗവൺമെൻറ് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ ഒരു 6 മാസം എടുത്ത് നോക്കിയാൽ 2-3 പ്രാവശ്യം RBI റേറ്റ്സ് കുറച്ചിട്ടുണ്ട്. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ലിക്വിഡിറ്റി ഇഷ്യൂ, മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന ആ ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ കുറേയൊക്കെ കവറപ്പ് ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം GST റിഫോർമേഷൻ ധാരാളം മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളും കോർപ്പറേറ്റ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം. ആ ട്രാൻസ്ലേഷൻ വന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയണ്ടേ, കുറച്ചുകൂടെ അറ്റ് പ്രസൻറ്റുള്ള PE കുറച്ചുകൂടെ നമുക്ക് താഴത്തുള്ളൂ, ശരിക്കും ഹിസ്റ്റോറിക് PEയുടെ സമീപത്തെത്തത്തുള്ളൂ. അങ്ങനെയൊക്കെ എത്തുവാണെങ്കിൽ മാർക്കറ്റ് ക്യാപ് ടു GDP റേഷ്യോ എന്ന് പറയുന്ന സംഗതി വീണ്ടും 142 നിന്ന് ഒരു 100 റേഞ്ച് 110 റേഞ്ചിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യം ആസ് ഫാർ ആസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആർ കൺസേൺഡ് ആക്ച്വലി. അതിനോടൊപ്പം തന്നെ ഒരു US ഫെഡറൽ പാക്റ്റൊക്കെ വന്നാൽ, ഒരു ഫീൽ ഗുഡ് ഫാക്ടർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം വെച്ചാൽ ആസ് ഫാർ ആസ് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്സ് ആർ കൺസേൺ ധാരാളം ഹ്യൂജ് വാല്യൂ ആയിട്ടുള്ള ധാരാളം സ്റ്റോക്കുകളിൽ വാല്യൂ കറക്ഷൻ നടത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കറക്ഷൻ്റെ പരിധിയുണ്ട്. ഈ പരിധി വന്നതിന് ശേഷം ഈ സ്റ്റോക്കുകൾക്കെല്ലാം നല്ല ബൈ വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഇത് മാർക്കറ്റ് സംബന്ധിച്ച് നമുക്ക് കാത്തിരിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എല്ലാം നന്നായിട്ട് ട്രേഡ് ചെയ്യാമെന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റ് നമ്മളിങ്ങനെ നിന്ന് പോകണം. ഇങ്ങനത്തെ മാർക്കറ്റൊക്കെ എപ്പോഴും സംഭവിക്കുന്ന മാർക്കറ്റുകളാണ്. അല്ല നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് പല കേസിലും ട്രേഡ് കിട്ടാറില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കുകൾ നമ്മൾ കണ്ടുപിടിക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ഏറ്റവും മാർക്കറ്റ് വീക്ക് ആകുമ്പോഴാണ്. ഏറ്റവും വീക്ക് മാർക്കറ്റിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സ്റ്റോക്കുകൾ, ഏറ്റവും കൺസോളിഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, മാർക്കറ്റ് താഴെ വീഴുന്ന ലെവലിൽ താഴെ വീഴാതെ ഏതെങ്കിലും ലെവലിൽ വന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, കൺസോളിഡേറ്റ് ചെയ്യുന്ന സെക്ടേഴ്സ്, ഈ സ്റ്റോക്കുകൾക്കായിരിക്കും, ഈ സെക്ടേഴ്സിനായിരിക്കും മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ആദ്യം കയറാനുള്ള പ്രോബിലിറ്റി ഉള്ളത്. ഇതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് താഴെ വീണാൽ എല്ലാ സ്റ്റോക്കും താഴെ വീഴുമെന്നോ മാർക്കറ്റ് കയറിയാൽ എല്ലാ സ്റ്റോക്കും കയറുമെന്നോ ഒരിക്കലും ഒരു നിയമമില്ല. ഈ മാർക്കറ്റിലും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ധാരാളം സ്റ്റോക്കുകൾ മാർക്കറ്റിലുണ്ട്. ശരിക്കും ആ സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുക ഒന്നാമത്തെ കാര്യം. നമ്മൾ കണ്ടുപിടിക്കാൻ 2 കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും നോർമൽ കേസിൽ. ഒന്ന് ആദ്യത്തിൻ്റെ പേര് റിലേറ്റീവ് സ്ട്രെങ്ത് എന്നാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇൻഡിക്കേറ്റർക്കാളും മുകളിലാണ് അതിൻ്റെ വർത്ത്. ശരിക്കും റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ 2 അസറ്റ് ക്ലാസ് തമ്മിലുള്ള ആരാണ് സ്ട്രോങ്ങർ എന്ന് കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് നിഫ്റ്റി വേഴ്സസ് സെക്ടർ നോക്കാൻ പറ്റും, നിഫ്റ്റി വേഴ്സസ് സ്റ്റോക്ക് നോക്കാൻ പറ്റും, സ്റ്റോക്ക് വേഴ്സസ് സെക്ടർ നോക്കാൻ പറ്റും, നിഫ്റ്റി മാറ്റിയിട്ട് CNS 500 നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം നിഫ്റ്റി പൊതുവെ സ്ക്യൂസ്ഡ് ആണ്. കാര്യം HDFC ബാങ്കും റിലയൻസും കൂടെയുള്ള വെയിറ്റേജ് കൂടിയുണ്ട്. നിഫ്റ്റിയിൽ ഇത് 2 കയറിയാൽ തന്നെ മാർക്കറ്റ് ട്രെൻഡിലാണെന്ന് ആൾക്കാർ പറയും. പക്ഷേ ബ്രോഡർ മാർക്കറ്റ് ട്രെൻഡ് പല കേസിലും ഇല്ല. ഇപ്പോൾ നടക്കുന്ന കാര്യം അതാണ്. മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലെത്തി, പക്ഷേ ബ്രോഡർ മാർക്കറ്റ് ഈ ട്രെൻഡ് ഇല്ല. കാര്യം ഏതാനും വെയിറ്റുള്ള സാധനങ്ങൾ കയറിയുകൊണ്ട് മാർക്കറ്റ് ഒരിക്കലും കയറില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. സോ ഇത് ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്. 2 ബിഹേവിയർ ബേസ്ഡ് ആയിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് ഉണ്ട്. ഈ 2 രീതിയിലുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് അനാലിസിസ് നമ്മൾ നടത്തുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു 50 സ്റ്റോക്കിനെ കിട്ടി. ഈ 50 സ്റ്റോക്കിനെ നമ്മൾ ബിഹേവിയർ ബേസ്ഡ് ആയിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ നേരത്തെ 50 എന്നുള്ളത് ചിലപ്പോൾ 10ലേക്ക് മാറും. ദെൻ ഫോക്കസ് ഇസ് 10 സ്റ്റോക്സ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫോക്കസ് ലിസ്റ്റ് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. നമ്മൾ കാണുന്ന സ്റ്റോക്കിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫോക്കസ് ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? റിസൾട്ടിൻ്റെ ബേസിൽ ബെസ്റ്റ് റിസൾട്ട് എടുത്ത കമ്പനികൾ, ബെസ്റ്റ് ഫണ്ടാവുള്ള കമ്പനികൾ, ബെസ്റ്റ് ടെക്നിക്കൽ പാറ്റുള്ള കമ്പനികൾ, ബെസ്റ്റ് ബിഹേവിയർ പാറ്റുള്ള കമ്പനികൾ നമ്മൾ റിസൾട്ടിൻ്റെ സമയത്ത് തന്നെ വിത്തൗട്ട് എനി ഡിലേ നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ച് നമ്മൾ ആ ഫോക്കസ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനെ ഫോക്കസ് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മുടെ കയ്യിൽ 100 സ്റ്റോക്കുണ്ട്. നമ്മൾ ഓരോ സ്റ്റോക്കുകളെയും ക്ലാസിഫൈ ചെയ്യുക. ഏത് സെക്ടറിൻ്റെ കീഴിലാണ്, ഏത് സബ്സെക്ടറിൻ്റെ കീഴിലാണ് ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ സപ്പോസ് നമുക്ക് ടോട്ടൽ സെക്ടറും സബ്സെക്ടറും കൂടെ ഒരു 35 വന്നെന്ന് വയ്ക്കുക. നിഫ്റ്റിയിൽ 17-18 സെക്ടേഴ്സേ ഉള്ളൂ. വേറെ സെക്ടർ അനാലിസിലുള്ള സ്കോപ്പ് നിഫ്റ്റിയിൽ കമ്പാരിറ്റീവ്ലി ഇല്ല, നിഫ്റ്റിയിലല്ല NSEയിൽ. പക്ഷെ നമുക്ക് തന്നെ സെക്ടർ ഇൻഡെക്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ആയിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായ സെക്ടർ ഇൻഡെക്സും കൂടെ ഉണ്ടാക്കി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഓരോ സെക്ടറിൻ്റെയും ഓരോ സബ് സെക്ടറിൻ്റെയും ശരിക്കും പറഞ്ഞാൽ സ്ട്രെങ്ത് അനാലിസിസ് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്ട്രെങ്ത് അനാലിസിസ് നടത്തിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സെക്ടറിലെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പുൾ ബാക്ക് വരുമ്പം നമുക്ക് അങ്ങനത്തെ സ്റ്റോക്കുകൾ നമുക്ക് ഹൈ പ്രോഫിറ്റ് ട്രേഡ്സ് നമുക്ക് ഇഫ് എവറിത്തിങ് ഗോസ് വെൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആസ് എ ഷോർട്ട് ടൈം ട്രേഡർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം.
അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കിനെ ചെയ്യുക, ഫോക്കസ് ചെയ്ത് തയ്യാറാക്കുക. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇത് കൺസോളിഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ബിസിനസ്സാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യേണ്ട നമുക്ക് നാണക്കേടിൻ്റെ യാതൊരു ആവശ്യമില്ല. അത് നാച്ചുറൽ പ്രോസസ്സാണ്, അതിൻ്റെ ഒരു തെറ്റുമില്ല. സ്റ്റോപ്പ് ലോസ് എന്ത് സ്റ്റോപ്പ് ലോസ് ആണ് വിൽക്കുന്നത്, ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ പാർട്ട്. ഞാനൊക്കെ വ്യക്തിപരമായിട്ട് ഒരു 1.5% സ്റ്റോപ്പ് ലോസ് എന്ന ഫിലോസഫി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ 1.5% ഫിലോസഫി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ബ്രേക്ക്ഔട്ട് ട്രേഡർ അല്ല. ഞാൻ എപ്പോഴും കോൺട്രാക്ഷൻ സോൺസ് വന്ന് ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ശരി, എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ചില ബെസ്റ്റ് ബ്രേക്ക്ഔട്ട് ട്രേഡ് ആയേക്കാം, പക്ഷേ ബ്രേക്ക്ഔട്ട് ട്രേഡ് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് സപ്പോർട്ട് മാർക്കറ്റിലെ ബ്രേക്ക്ഔട്ട് ട്രേഡ് വിൻ ചെയ്യത്തുള്ളൂ. കാരണം മാർക്കറ്റ് വോളിയം വേണം, മാർക്കറ്റ് ട്രെൻഡ് വേണം, ബ്രോഡർ മാർക്കറ്റ് സപ്പോർട്ടീവ് ആയിരിക്കണം. ഇത്തരം കാര്യം കൊണ്ട് മാത്രമേ ബ്രേക്ക്ഔട്ട് ട്രേഡ് വിൻ ചെയ്യത്തുള്ളൂ. അതിനുള്ള സാധ്യത ഒരു കൊല്ലം എടുത്താൽ ഹാർഡ്ലി 15-20% ഉള്ളൂ. ബാക്കിയുള്ള 60-80% നോക്കിയാൽ മാർക്കറ്റ് ചതഞ്ഞ് കിടക്കുന്ന മാർക്കറ്റെന്നോ വീക്ക് മാർക്കറ്റെന്നോ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കഴിവതും നമ്മുടെ ട്രേഡ്സിനെ കോൺട്രാക്ഷൻ സോൺസിലേക്ക് കൊണ്ടുവരിക. മിനിമൽ സ്റ്റോപ്പ് ലോസിൽ മസ്റ്റായിട്ട് വെച്ച് GTT ട്രേഡ് ചെയ്യാൻ പറ്റും. മസ്റ്റായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കോട്ടെ, നമ്മൾ പിന്നെ സ്റ്റോപ്പ് ലോസ് താത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സപ്പോസ് നമ്മളൊരു സ്റ്റോക്കിനെ ഒരു 1.5% അല്ലെങ്കിൽ 2% വെച്ച് സ്റ്റോക്ക് എടുത്തിട്ട് സ്റ്റോക്കിന് ഒരു 10% കയറിയാൽ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക, മുകളിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നമ്മുടെ കോസ്റ്റിന് മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് ഫാക്ടർ നമ്മൾ നെഗേറ്റ് ചെയ്യും ശരിക്കും. പിന്നത്തെ ഓരോ ട്രെൻഡ്സിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടായിട്ട് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം മൂവിങ് ആവറേജ് നൽകി പറയുന്ന കണക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ച് അത് ഹിറ്റ് ചെയ്യുമ്പോൾ താഴെ ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റോക്ക് പുൾ ബാക്കിലേക്ക് വരാൻ നേരത്തെ മീൻ ഡ്യൂറേഷൻ പുൾ ബാക്ക് ക്രിട്ടിക്കൽ പാർട്ടാണ്. സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കും. പല പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഏറ്റവും ക്രിട്ടിക്കൽ പാർട്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിസിപ്ലിനും നമ്മുടെ പേഷ്യൻസുമാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ, നമ്മുടെ ഫോക്കസിലെ സ്റ്റോക്കുകളിൽ ഒരു ട്രെൻഡും കാണുന്നില്ലേ, നമ്മൾ ട്രെൻഡിൻ്റെ പുറമെ കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. എവിടെ നമുക്ക് ഡിസിപ്ലിൻ, എവിടെ നമ്മുടെ ഫിലോസഫി കറക്റ്റായിട്ട് വരുന്നോ അവിടെ മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. ആ ഡിസിപ്ലിൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ആ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് റൈറ്റ്സ് ട്രേഡ് കിട്ടത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നന്നായിട്ട് ട്രേഡ് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് ഇല്ല. നമ്മൾ നന്നായിട്ട് ട്രേഡ് ചെയ്യാന്നുള്ള കാര്യം മാത്രമേ മാർക്കറ്റിലുള്ളൂ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. നമ്മളൊപ്പം ചെലവഴിച്ചത്. താങ്ക് യു. ടോക്സിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.